ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്രായേൽ സന്ദർശിക്കുന്നുണ്ട്. 2013 ഇസ്രായേലിനെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മാച്ച് കളിക്കാനെന്നോണാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അന്ന് അവിടുത്തെ പ്രസിഡന്റായിരുന്ന ഷാരോൺ പെരസിനെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്, ഹസ്തദാനം കൊടുക്കുന്നുണ്ട്, അവിടുത്തെ വിദേശകാര്യമന്ത്രിക്ക് ജേഴ്സി ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. സമാനമായി ലയണൽ മെസ്സി ബാഴ്സലോണയുടെ ഒരു ഒഫീഷ്യൽ പീസ് ടൂറിന്റെ ഭാഗമായി വെസ്റ്റേൺ വാൾ സന്ദർശിക്കുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയത്തെ തുറന്ന് പിന്തുണയ്ക്കുന്ന ആളുകളൊന്നല്ല. അവർ രണ്ടുപേരും മറ്റു പല നിർണായക അവസരങ്ങളൊക്കെ ഫലസ്തീനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരും ഫലസ്തീനെ പിന്തുണക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മളെ വിഷയം. ആളുകൾ ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഇസ്രായേൽ ഭരണകൂടത്തെ വിമർശിക്കുന്നതും സ്വാഭാവികമാണ്. എന്നാൽ ആ വിമർശനങ്ങൾക്കിടയിൽ ചില ആളുകൾ പരിധി ലംഘിച്ച് ലോകത്തുള്ള മുഴുവൻ ജൂതന്മാർക്കും എതിരെയുള്ള വംശീയവെറുപ്പ് ഇതിനെ മാറ്റാറുണ്ട്. ചില സ്കോളേഴ്സ് പോലും ഇതിനെ അനുകൂലിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂതായിസം എന്നുള്ളതും സയണിസം എന്നുള്ളതും രണ്ടും രണ്ടാണ്. ജൂതായിസം അല്ലെങ്കിൽ ജൂതമതം എന്നുള്ളത് ഒരു വലിയ ജനവിഭാഗത്തിന്റെ ആത്മീയ വിശ്വാസമാണ്. എന്നാൽ സയണിസം എന്നുള്ളത് ഇസ്രായേൽ ഭരണകൂടം കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു അധിനിവേശ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. ഇസ്രായേൽ ഭരണകൂടം ഫലസ്തീനിൽ ചെയ്യുന്ന ക്രൂരതകളെ എതിർക്കാൻ നമ്മൾ ഒരിക്കലും എല്ലാ ജൂതന്മാരെയും വെറുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് ഇതേ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ജൂതന്മാർ തന്നെയാണ് ഏറ്റവും ശക്തമായി രംഗത്ത് വരുന്നത്. അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ജെവിഷ് വോയിസ് ഫോർ പീസ് പോലെയുള്ള വലിയ ജൂത സംഘടനകൾ ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി തെരുവിലിറങ്ങി പോരാടുന്നുണ്ട്. ഞങ്ങളുടെ മതത്തിന്റെ പേരിൽ ഈ വംശഹത്യ അരുതെന്നാണ് ആ ജൂതന്മാർ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഒരു ജനതയെ മുഴുവനായി അവരുടെ വംശത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ വെറുക്കുന്നത് വംശീയതയാണ്. ഇസ്രായേൽ നടത്തുന്ന മുസ്ലിം വംശീയതക്കെതിരിൽ ജൂതവംശീയത ഉയർത്തിക്കൊണ്ട് നേരിടുന്നതിൽ യാതൊരു യുക്തിയുമില്ല. ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ ആ മതത്തിൽ ജനിച്ച എല്ലാവരെയും കുറ്റക്കാരായി കാണുന്നത് നീതിയുമല്ല. സയനിസത്തെയും ജൂതായുസത്തെയും വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കണം. രാഷ്ട്രീയത്തെക്കാൾ വലുതായിരിക്കണം മനുഷ്യത്വം എന്നുള്ളത്.